മഴ പെയ്താൽ പിന്നെ പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ സർവത്ര ചോർച്ചയാണ്. ജീവനക്കാരും വിവിധ ആവശ്യങ്ങൾക്കായി വരുന്നവരും ഓഫീസുകൾക്ക് മുന്നിൽ തെന്നി വീഴുന്നത് പതിവായിരിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിനായി പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലെന്നാണ് ആക്ഷേപം. 3 നിലകളിലായി വിവിധ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന പാലക്കാട് സിവിൽ സ്റ്റേഷൻ കെട്ടിടം ശോചനീയാവസ്ഥയുടെ ബാക്കി പത്രമാവുകയാണ്. കെട്ടിടത്തിന്റെ ചുവരുകളിൽ കോൺക്രീറ്റ് ഇളകി മാറി കമ്പികൾ തെളിഞ്ഞു കാണാം. ചുവരുകളിൽ വിള്ളലുകളുമുണ്ട്. ശക്തമായി പെയ്യുന്ന മഴയിൽ കെട്ടിടത്തിന് മുകളിലുള്ള വെള്ളം വിള്ളലിലൂടെ വിവിധ ഓഫീസുകളിലേക്ക് ഒലിച്ചിറങ്ങുന്നതോടെയാണ് ഓഫീസുകൾക്ക് മുൻവശം ചെളിക്കുളമാവുന്നത്. വർഷങ്ങളായി മഴക്കാലത്ത് സിവിൽ സ്റ്റേഷനിലെ സ്ഥിതി ഇതുതന്നെയാണ്. RDO ഓഫീസ് മുതൽ രജിസ്ട്രാർ ഓഫീസ് വരെ ജീവനക്കാരും പൊതുജനങ്ങളും വെള്ളത്തിലൂടെ നടക്കുന്നത്. ടൈൽ പതിച്ച നിലമായതിനാൽ പലരും തെന്നി വീഴുന്ന സ്ഥിതിയുമുണ്ട്. പ്രശ്നത്തിന് പരിഹാരം വേണമെന്ന് പലതവണ താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉന്നയിച്ചിട്ടും നടപടിയില്ലെന്നും ഇത് സംബന്ധിച്ച് കളക്ടർക്ക് പരാതി നൽകുമെന്നും വികസന സമിതി അംഗം കബീർ വെണ്ണക്കര പറഞ്ഞു. പല പ്രാവശ്യം പല ആൾക്കാരുമായി സംസാരിക്കുകയും താലൂക്ക് വികസന സമിതിയിൽ ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നേ വരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. ആയതുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ട് ഇവിടെ വരുന്ന നല്ലവരായ ആൾക്കാർക്ക് ഇരിപ്പിടമില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരിപ്പിടമില്ല, ഇരിപ്പിടമൊക്കെ കൈയേറിയിട്ട് കുറേ ആൾക്കാരൊന്നും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ കണ്ടെത്തി ഇതുപോലുള്ള സമയങ്ങളിൽ ഈ ചോർച്ച അടച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ബന്ധപ്പെട്ട ആൾക്കാർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു, ചെയ്യണമെന്നാണ് ആഗ്രഹം. ഒരുപാട് ആൾക്കാർ വീഴാറുണ്ട്. സപ്പോസ് ഞാനും കൂടി ഇന്നൊന്ന് സ്ലിപ്പായിട്ടുണ്ട്. ഫുൾ വെള്ളമായത് കാരണം ഇപ്പോൾ കുറച്ച് ഇതായിട്ടുണ്ടെങ്കിലും ഇതായിട്ടുണ്ട്. കണ്ടില്ല, ഇതിൻ്റെ മേലെ നിങ്ങൾ കണ്ടതാണല്ലോ. ചോർച്ചയാണ് അടഞ്ഞു നിൽക്കുന്നത്. ഏത് സമയത്താണ് വീഴുക എന്നുള്ള അറിയില്ല. ഇതിനു പുറമെ സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകൾക്ക് മുന്നിൽ പൊതുജനങ്ങൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമില്ല. ചോർന്നൊലിക്കുന്ന ഓഫീസുകൾക്ക് മുന്നിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഏറെ നേരം കാത്തു നിൽക്കേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ. വകുപ്പുകൾ മുൻകൈയെടുത്തോ സ്പോൺസർഷിപ്പിലൂടെയോ ഇരിപ്പിട സൗകര്യം ഏർപ്പെടുത്തണമെന്നത് കാലങ്ങളായി നിലവിലുള്ള ആവശ്യമാണ്. UTV ന്യൂസ്, പാലക്കാട്.